Hello everyone, welcome to Prepwise. Prepwise-ലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ വലിയ ന്യൂസ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നമ്മുടെ CUET UG 2023 ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ഇന്ന് വേണമെങ്കിൽ പറയാം, ഇന്ന് തൊട്ട് സ്റ്റാർട്ടായി. മാർച്ച് 12 വരെയാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് കുറേ ഡേറ്റുകളുമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നായിട്ടുള്ള ഫീസിൽ ഉണ്ടായിട്ടുള്ള വർധന. എത്രത്തോളം ഫീസ് വർദ്ധിച്ചിട്ടുണ്ട്, ഓരോ കാറ്റഗറിക്കും എത്രത്തോളമാണ് ഫീസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. സോ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് എല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. സോ ഇനി നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം 9 ഫെബ്രുവരി തൊട്ട് 12 മാർച്ച് വരെ 9 മണി, വൈകിട്ട് 9 മണി വരെ അല്ലെ 9 PM വരെയാണ് ടൈം തന്നിരിക്കുന്നത്. പക്ഷേ ഫീസ് അടയ്ക്കാനാണെങ്കിൽ ഒരു 2 hour 50 minutes കൂടെ അധികം തന്നിട്ടുണ്ട്. 11:50 PM വരെ ഫീസ് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട് 12-ാം തീയതി മാർച്ച് വരെ. ഇനി അത് കഴിഞ്ഞ് കറക്ഷൻ പെർട്ടിക്കുലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കറക്ഷൻ വിൻഡോ തരും. ഈ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ടൈമാണ് മാർച്ച് 15 തൊട്ട് മാർച്ച് 18 വരെ. 18-ാം തീയതി 11:50 PM ആകുമ്പോൾ അതും കഴിയും. പിന്നെ അനൗൺസ്മെൻറ്റ് ഓഫ് സിറ്റി ഓഫ് എക്സാമിനേഷൻ. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സിറ്റി ഏതാണ്, സെൻറ്റർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും മാക്സിമം അറിയാൻ സാധിക്കുക. പരീക്ഷ തുടങ്ങുന്നത് ഡേറ്റ് കാണാൻ നിങ്ങൾക്ക് മെയ് 21-നാണ്. അപ്പോൾ അതിനൊരാഴ്ച മുമ്പ് സെക്കൻഡ് വീക്ക് ഓഫ് മെയ് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് മെയ് ഒക്കെ ആയിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരിക. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് സിറ്റിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് സിറ്റി ഓഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ കോഴിക്കോടാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് കാണാൻ പറ്റും. 2 സിറ്റിയാണ് ആ കൊടുക്കാൻ പറ്റുക. കോഴിക്കോടും മലപ്പുറമാണ് കൊടുത്തതെങ്കിൽ കോഴിക്കോട് മലപ്പുറമോ തന്നെ ലഭിക്കണം. അതല്ലാതെ മറ്റൊരു സിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പ്രത്യേകം സിറ്റി ഇൻറ്റിമേഷൻ ആദ്യമേ തരുന്നത്. കാരണം അത് കറക്റ്റ് ചെയ്യാനുള്ള ടൈമും ഉണ്ട്. കറക്റ്റ് ചെയ്ത ശേഷം മാത്രം അഡ്മിറ്റ് കാർഡ് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ചെയ്താൽ മതിയാവും. അല്ലാത്ത പക്ഷം സിറ്റി ഇൻറ്റിമേഷൻ കൊടുത്ത് ഉടനെ അഡ്മിറ്റ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ കറക്ഷൻ രണ്ടിലും വരുത്തേണ്ടി വരും. സിറ്റി ഇൻറ്റിമേഷനൊക്കെ പരിഹരിച്ച ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുക, വിച്ച് ഈസ് ഇൻ സെക്കൻഡ് വീക്ക് ഓഫ് മെയ്. അത് കഴിഞ്ഞ് മെയ് 21 ആകുമ്പോഴേക്കും പരീക്ഷ നടത്തുന്നു. മെയ് 21 തൊട്ട് മെയ് 31 വരെയാണ് പരീക്ഷയുടെ ഡ്യൂറേഷൻ. ഈ ദിവസങ്ങളിലായിട്ട് പല സ്ലോട്ടുകളിലായിട്ട് 3 സ്ലോട്ടുകളിലായിട്ട് ഓരോ ദിവസവും 3 സ്ലോട്ടുകളിലായിട്ട് പരീക്ഷ ചെയ്ത് തീർക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരീക്ഷ നടത്തുന്നതിനായിട്ട് ജൂൺ 1 തൊട്ട് ജൂൺ 7 വരെ റിസർവ് ഡേറ്റ്സ് ആയിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ആൻസേഴ്സ് വരിക, ബാക്കി അഡ്മിഷൻ കാര്യങ്ങളെ പറ്റിയുള്ള ഡേറ്റ് ഒക്കെ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുക. എത്രത്തോളം ആൾക്കാർ പരീക്ഷ എഴുതുന്നു, എത്ര പേപ്പർ എഴുതുന്നു എന്നൊക്കെയുള്ളത് ഡിപ്പെൻഡ് ചെയ്യും ഈ പറഞ്ഞ 2 ഡേറ്റ്സും അനൗൺസ് ചെയ്യുന്നതിൽ. സോ അത് നമുക്ക് വഴിയെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഫീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ചെയ്ത് തന്നെയാണ് ചെയ്തതെന്ന് പറയാതെ വയ്യ. ഫീസ് കൂടിയിട്ടുണ്ട്. മുമ്പ് നമുക്ക് ആകെ എഴുതാൻ പറ്റിയിരുന്ന 9 പേപ്പറാണ് 2 സ്ലോട്ടുകളായിട്ട്. മോർണിംഗ് സ്ലോട്ടും ഉണ്ടായിരുന്നു, സ്ലോട്ട് 1 ഉണ്ടായിരുന്നു, സ്ലോട്ട് 2 ഉണ്ടായിരുന്നു. സ്ലോട്ട് 1-ൽ 4 പേപ്പറും സ്ലോട്ട് 2-ൽ 5 പേപ്പറുമായിട്ട് എഴുതുന്നതിന് നമുക്ക് 1300 രൂപയായിരുന്നു കൂടിയ ഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇതുപോലെ 7 പേപ്പർ എഴുതാം, 10 പേപ്പർ എഴുതാം. 3 പേപ്പർ, 7 പേപ്പർ, 10 പേപ്പർ. 3 പേപ്പർ എഴുതുന്നതിന് ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥി 750 rupees നൽകണം. OBC NCL കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥി 700 rupees നൽകണം. SC ST PWBD അഥവാ പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, തേർഡ് ജെൻഡർ തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ 650 രൂപയാണ് ഈ 3 പേപ്പർ എഴുതുന്നതിന് കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ 7 വിഷയങ്ങൾ എഴുതാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ജനറൽ കാറ്റഗറിയിൽ 1500 rupees ആണ് വരുന്നത്. കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞു നമുക്ക് മൊത്തം 9 വിഷയങ്ങൾ എഴുതുന്നതിന് ഏകദേശം 1300 രൂപയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ വട്ടം അത് 1500 ആയിട്ടുണ്ട് 7 വിഷയങ്ങൾ എഴുതാൻ തന്നെ. OBC NCL അതുപോലെ AWS കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1400 രൂപയാണ് വരുന്നത് 7 സബ്ജക്ട്സ് എഴുതാൻ. ഇനി SC ST അതുപോലെ PWBD തേർഡ് ജെൻഡർ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1300 രൂപ വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഒരു കോളമുണ്ട്. അതിനെപ്പറ്റി അധികം ജനറൽ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ലാസ്റ്റ് ഒരുമിച്ച് ഞാൻ പറയാം. ഇനി 10 സബ്ജക്ട്സ് എഴുതുന്നതിന് ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥി 1750 രൂപ മുടക്കണം. OBC കാറ്റഗറിയിലെ വിദ്യാർത്ഥി 1650 രൂപ. അതുപോലെ AWS കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയും സെയിം പ്രൈസ് തന്നെയാണ്, സെയിം ഫീ തന്നെയാണ് വരിക. SC ST PWBD തേർഡ് ജെൻഡർ കാറ്റഗറിയിലെ വിദ്യാർത്ഥിക്ക് 10 പേപ്പർ എഴുതണമെങ്കിൽ അതിന് 1550 രൂപ മുടക്കണം. ഇനി അറ്റത്തെ കാറ്റഗറിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള സെൻറ്ററുകളിൽ നിന്ന് പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ 3 വിഷയത്തിന് 3750 രൂപ, 7 വിഷയത്തിന് 7500 രൂപ, 10 വിഷയത്തിന് 11000 രൂപ എന്നതായിരിക്കും ഫീസിൻ്റെ തോത്. അപ്പോൾ ചെറിയ ഫീസല്ല, വലിയ ഫീസാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഫീസൊക്കെ കൊടുത്ത് എഴുതുന്ന പരീക്ഷയാകുമ്പോൾ നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് നല്ല തയ്യാറെടുപ്പോട് കൂടി തന്നെ എഴുതേണ്ടുന്ന പരീക്ഷയാണ് CUET എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഓർക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വേണ്ട എല്ലാവിധ സപ്പോർട്ടുമായിട്ട് പ്രപ്പോയ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറെ വിളിക്കാം, കാര്യങ്ങൾ അന്വേഷിക്കാം. CUETയെ പറ്റി ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും, അതും ചോദിക്കാം. പ്രപ്പോയ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ പ്രപ്പോയ്സ് എങ്ങനെയാണ്
ഈ CUET എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പ്രപ്പോയ്സ് ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, ഫീച്ചേഴ്സ് കണ്ട് മനസ്സിലാക്കുക, സ്വയം കണ്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക.